മഴത്തോരും മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന പോവുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ബാലചന്ദ്രനും അലീനയും ഒത്ത് പോവുകയാണ്. പോകുന്ന സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ അലീന പോകുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണിൽ നിന്നും കണ്ണുനീർ അങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ വന്ന സമയത്തെക്കുറിച്ച് ആലോചിച്ച് പോവുകയായിരുന്നു അച്ഛാ. വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണണമെന്നും അമ്മയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് അമ്മയെയും എൻ്റെ സ്വന്തം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് എൻ്റെ അച്ഛൻ സ്നേഹിക്കുന്നതിനേക്കാളും അപ്പുറം സ്നേഹിക്കുന്ന ഒരു അച്ഛനെയാണ് എനിക്ക് കിട്ടിയത്. കൂടാതെ 2 അനിയത്തിമാരെയും അതുപോലെ തന്നെ അനിയനെയും എനിക്ക് കിട്ടി എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ അലീന പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടെയാണ് ചിരിക്കുന്നത് അച്ഛ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ചിരി കാണുമ്പോൾ എനിക്ക് ആശ്വാസമായിരുന്നു മോളെ, സന്തോഷമായിരുന്നു. കാരണം 23 വർഷങ്ങൾ നീ ഒഴുക്കിയ കണ്ണീരിനൊക്കെ പകരം നീ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഇനി ഈ ചിരി എനിക്ക് കാണാൻ പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ അച്ഛാ, പക്ഷേ അമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ നല്ല രീതിയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് നടക്കില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അച്ഛാ, ഇനിയെങ്കിലും നിങ്ങൾ സന്തോഷത്തോടു കൂടി നിൽക്കണം, ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സന്തോഷമോ, നിനക്ക് ഇത്രയും കാലം സന്തോഷം ഉണ്ടായിട്ടാണോ നീ ജീവിച്ചത്? അല്ലല്ലോ, അതുപോലൊക്കെ അങ്ങ് ജീവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് കിട്ടി, എനിക്ക് അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ, അതാരാണാവോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, എന്താ നിനക്ക് നിൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാൻ തിടുക്കമായോ, ആഗ്രഹമുണ്ടോ, ഈ അച്ഛനെ പോരെ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മരണം വരെ ഈ അച്ഛൻ മതി, ഈ അച്ഛനേക്കാളും നല്ലൊരു അച്ഛൻ എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതമൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ ഇപ്പോൾ പോകുന്ന ഇടത്തെക്കുറിച്ച് നിനക്കറിയാമോ? അതിന് നിനക്കൊരു കാര്യം, നീ അറിയാത്തൊരു കാര്യമുണ്ട്. അത് ഞാൻ മോളോട് പറയട്ടെ? നിനക്ക് എല്ലാം സഹിക്കാനുള്ള ഇത് ഉള്ളത് കൊണ്ടാണ് മോളോട് തുറന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഞാൻ സത്യം തുറന്ന് പറയാതിരുന്നാൽ അത് മോൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ അച്ഛാ, അച്ഛൻ എന്താ പറയാനുള്ളത്? അല്ലെങ്കിലും എന്തൊക്കെയോ എന്നിൽ മറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അച്ഛൻ എന്നോട് പറയേണ്ട കാര്യമാണെങ്കിൽ എന്നോട് പറയുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും എന്നോട് പറ, എല്ലാം സഹിക്കാനുള്ള മനക്കട്ടി എനിക്കിപ്പോൾ ഉണ്ട്. അത് എനിക്ക് 23 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഒരു കാര്യം അതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? സ്റ്റാൻലി എന്ന് പറയുന്ന ആളുടെ അടുത്തോട്ടാണ്. അന്ന് നീ വീട്ടിൽ വന്നത് കണ്ടില്ലായിരുന്നോ? അച്ഛനെ അന്വേഷിച്ച് ഒരു ക്ലയൻറ്റ് വന്നിട്ട് എന്നിട്ട് കോഫി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അയാളുടെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അയാളുടെ പേരാണ് സ്റ്റാൻലി. ഈ സ്റ്റാൻലി ആരാണെന്ന് അറിയാമോ? നിൻ്റെ അമ്മ 23 വർഷങ്ങൾക്ക് പ്രണയിച്ചിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയാണ് സ്റ്റാൻലി. അപ്പോൾ ഇത് കേട്ടപ്പം നമ്മുടെ അലീന ഷോക്കാവുകയാണ്. എന്ത്, അന്ന് പ്രണയിച്ച ആളാണോ സ്റ്റാൻലി? അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് എൻ്റെ അച്ഛനാണ് അയാളെന്നാണോ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ മോളെ, അതാണ് സത്യം എന്ന് പറയുകയാണ്. ഇത് അച്ഛനോട് ആരാ പറയുന്നത്? വെറുതെ ഓരോന്നും പറയില്ല അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ എന്നോട് സ്റ്റാൻലി തന്നെ സമ്മതിച്ച കാര്യമാണ്. വൈജയന്തിയെ അറിയാമെന്നും വൈജയന്തിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുകയായിരുന്നു. ഇതേക്കുറിച്ച് അറിയാനായിട്ട് ഞാൻ ഒരിടം വരെ പോയത് ഓർമ്മയുണ്ടോ? അത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാനായിരുന്നു. കാരണം എനിക്ക് ചില സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാൻലിയാണ് മോളുടെ അച്ഛനെന്നും ഒക്കെ ആ ഒരു പേരൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. കാരണം ഗംഗാധര മേനോനാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ആര്, ഗംഗേട്ടനോ എന്നൊക്കെ പറയുമ്പോൾ അതെ, ഗംഗേട്ടൻ പറഞ്ഞു തന്നതാണ് ഇക്കാര്യത്തെക്കുറിച്ച്. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച് പോയത്. ഒടുവിൽ ചെന്നെത്തിയിരിക്കുന്നത് യഥാർത്ഥ ആളുടെ അടുത്ത് തന്നെയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി പ്രണയിച്ച ആ സ്റ്റാൻലി ഇപ്പോഴും ഉണ്ട്, മോളുടെ അച്ഛൻ എന്ന് പറയുകയാണ്. മോളുടെ അച്ഛനെ തന്നെയാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ഇത് വളരെയധികം ഷോക്കായിരിക്കുകയാണ് അലീന. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെ ഞാൻ അവിടെ ജീവിക്കും? എനിക്ക് അറിയത്തില്ല. എനിക്ക് അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും എളുപ്പം സാധിക്കുമെന്നോ അയാളെ കണ്ടെത്താൻ കഴിയുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുകയാണ് അലീന.